നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ബന്ധത്തിൽ ഓക്കെ ഇനി മുന്നോട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ എന്ന രീതിക്കല്ല, ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരൊരു ആക്ഷൻ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ ഇനി സാധ്യത എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് അല്ലേ? നിങ്ങളിപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, ഇവിടെ നമുക്ക് നോക്കാം ദാറ്റ് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അപ്ഡേറ്റും അതിനനുസരിച്ചിട്ട് ഫ്യൂച്ചർ എന്ന രീതിക്ക് ചെറുതായിട്ട് ഇത് ലോങ് ഒരുപാട് നമ്മൾ ലൈക്ക് 1 വർഷം 2 വർഷത്തെ കാര്യമൊന്നും അല്ല സംസാരിക്കുന്നത്. ഇതിൽ നമ്മൾ ടാരോയിൽ നോക്കുമ്പോൾ ഇത് കുറച്ച് അടുത്തുള്ള എനർജീസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾ സമയം പിടിച്ചോളൂ. മേ ബി നിങ്ങൾക്കൊരു 1 വീക്കിൽ എന്താവും എന്നറിയണം, അല്ലെങ്കിൽ 1 മന്തിൽ എന്താവും എന്നറിയണം. ഓക്കെ, അല്ലെങ്കിൽ 3 മന്ത്സ്. ഓക്കെ, മാക്സിമം അത്രയൊക്കെ പോയാൽ മതി, അതിനപ്പുറം പോകണ്ട. ഓക്കെ, ഒരു 1 വീക്ക് 1 മന്ത് എന്ന രീതിക്കൊക്കെ നമുക്ക് നോക്കാം. എന്തായിരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ബന്ധത്തിൽ. 5 ഓഫ് വാൻഡ്സ് കാണുന്നുണ്ട്, 7 ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ചെറിയ മുന്നോട്ടുള്ള ഒരു ചോയ്സ് എടുക്കുന്ന സമയമാണ്. ഫുൾ എന്താ പറയുക, ഓടി ഇങ്ങനെ ആ ഒരു എനർജി അല്ല, വളരെ ഫാസ്റ്റ് മൂവിങ് എനർജി അല്ല, പക്ഷേ ഒരു തീരുമാനത്തിൻ്റെ എനർജി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഒരു ചോയ്സിൻ്റെ എനർജി, ഒരു ഡിസിഷൻ്റെ എനർജി എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനെ സക്സസ്ഫുൾ ആക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ തുടക്കം കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഇവിടെ യെസ് കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് കുറച്ച് കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുന്നത്, നിങ്ങൾ പരസ്പരം ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ ചില ഇഷ്യൂസ് നിങ്ങൾ തമ്മിലുണ്ടാവും. ഓക്കെ, ഒരു കോമ്പറ്റീഷൻ എനർജി ഉണ്ട്. അതിപ്പോൾ രണ്ടുപേരും ജയിക്കാൻ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കുറച്ചൊരു ഈഗോ ക്ലാഷ് വരുന്ന പോലെ, അല്ലെങ്കിൽ രണ്ടുപേരും ജയിക്കാൻ ശ്രമിക്കുന്ന പോലെ. അത് ബന്ധം വേണം എന്നുള്ളതുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. ബട്ട് എന്നാലും ആ ഒരു ഈഗോക്കിടയിൽ വരുമ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരും. ഓക്കെ, സോ ഇവിടെ ചിലപ്പോൾ ഗോസിപ്പ് ആയിരിക്കാം, വേറെ ആരെങ്കിലും ഇടപെട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നതായിരിക്കാം. സോ അങ്ങനെ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, സോ മുന്നോട്ട് എനിക്ക് കാണുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു സമയമെടുക്കും എന്ന രീതിക്കാണ്. പെട്ടെന്നൊരു മൂവ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, സോ യെസ്, അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഇതിൽ നെക്സ്റ്റ് എന്താണ് വേണ്ടത്, ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, അതോ ഇത്രയും കാലം ചെയ്തതും എല്ലാം അവർ ചിന്തിക്കുന്ന പോലെയാണ്. അനാലിസിസ് എന്ന് പറയും, നമ്മൾ അനലൈസിങ് എന്ന് പറയും. ഓക്കെ, ഞാൻ ഇതിലിനി ഇത് പണമാണ് ഇവിടെ കാണിക്കുന്നത്, പക്ഷെ പണം എന്ന രീതിക്കല്ല, നമ്മൾ എഫേർട്ട്, നമ്മളെ സമയം അല്ലേ, നമ്മളുടെ എനർജി എല്ലാം നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ലൈക്ക് ഇതിൽ ഞാൻ ഇത്രയും ചെയ്തു, കുറച്ചൊക്കെ ഞാൻ ചെയ്തു, ഓക്കെ, ഇനി ഞാൻ ചെയ്യണോ വേണ്ടേ, അതോ ഇതിൽ വല്ല ഗ്രോത്ത് ഉണ്ടാവോ, ഇതിൽ എനിക്ക് വല്ല റിസൾട്ട് ഉണ്ടോ, നല്ലതായിരിക്കുമോ എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്ന പോലെ. ഞാനിവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ പേഴ്സണിൽ കുറച്ചുകൂടി അവരൊരു മെച്യൂർഡ് സ്റ്റേജിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നല്ലതാണ് ആക്ച്വലി, ഈ ഒരു ചിന്തിക്കുന്ന സമയം നല്ലതാണ്. ബിക്കോസ് അത് അവരെ കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടുവരുന്ന പോലെയാണ്. ഓക്കെ, അവർ യെസ്, ഇനി ഇതിന് വേണം, എനിക്കിത് വേണം, എൻ്റെ ഇത് സ്റ്റേബിൾ ആയിട്ടൊരു ബന്ധമായിട്ട് തന്നെ എനിക്ക് വേണം, അല്ലാതെ വെറുതെ ഒരു കളിതമാശ പോലെയല്ല, സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പായിട്ട്, ഓക്കെ, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ആ ഒരു കമ്മിറ്റഡ് എനർജി എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത് പേഴ്സൻ്റെ. ആൻഡ് ആ ഒരു തീരുമാനമാണ് അവരുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു തീരുമാനം എടുക്കാൻ അവർ ഇത് നമ്മൾ അഗെയിൻ 7 എനർജി ഉണ്ട് ഇവിടെ. സോ എവിടെയോ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ചില മാറ്റങ്ങളുടെ ആവാം. ഓക്കെ, സക്സസ്. ഓക്കെ, സോ വിക്ടറി എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഒരു വിക്ടറി എനർജി ഉണ്ട് ഇവിടെ. എവിടെയോ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിലും അതിനുശേഷം ഒരു വിക്ടറി ഉണ്ടാവും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. സക്സസ് എന്ന രീതിക്ക് അവരും ബന്ധം വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർക്കും ഇത് വേണം എന്ന് തന്നെയാണ്, പക്ഷെ കുറച്ചൊരു ഡിലേ എടുക്കുന്നുണ്ട്, ഒരു സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ മനസ്സിലെ ഫീലിങ്സ് നിങ്ങളെക്കുറിച്ച്, ഫുൾ എനർജി, നൈറ്റ് ഓഫ് കപ്സ്. സി അവർ അഗെയിൻ ഇവിടെ വാവ്, 2 ഓഫ് കപ്സ് എനർജി, സോ ബ്യൂട്ടിഫുൾ, ഓ മൈ ഗോഡ്, സോ നൈസ്, വെരി നൈസ്. ഐ തിങ്ക് നിങ്ങൾ ജനറൽ ഗൈഡൻസ് കൂടി കാണാം. ഓക്കെ, അതിൽ നിങ്ങൾ ഏത് ഫയൽ പിക്ക് ചെയ്താലും ഓക്കെ കണ്ടു നോക്കൂ. ഞാൻ ഇവിടെ അത് എന്താ പറയുക, സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് പറയൂ, അവിടെ കണ്ടതാണോ ഇവിടെയും കിട്ടിയത് എന്നൊന്ന് നിങ്ങൾ പറയൂ കേട്ടോ.
ഓക്കെ, താഴെ കമൻറ്റ് ചെയ്യൂ. ലൈക്ക് അതിലേത് പൈൽ കണ്ടു ആൻഡ് അത് നിങ്ങൾക്ക് ഇവിടെ മാച്ചായിട്ട് വന്നോ എന്നുള്ളത് നോക്കൂ. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് 2 ഓഫ് കപ്സ് എനർജിയാണ് ഒരു പേഴ്സൻ്റെ മനസ്സിൽ. സോ നിങ്ങൾ സോൾമേറ്റ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ്റെ ഡെപ്ത് തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും ശരി, എത്ര ഡിസ്റ്റൻസ് വന്നാലും ശരി, ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ കണക്ഷൻ ഉണ്ടല്ലോ, ഡീപ്പ് കണക്ഷൻ, അത് പോയിട്ടില്ല. ഓക്കെ, അതെവിടെയും പോകുന്നില്ല. ഇവിടെ ഫുൾ എനർജി ഉണ്ട്. സോ നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, എവിടെ ഒരു ഫ്രഷ് എനർജി വേണം എന്നവർക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ഓക്കെ, അത് മാറ്റിയെടുക്കണം, ശരിയാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന പോലെയാണ്. നൈറ്റ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ യെസ്, ഒരു കുറച്ചുകൂടി ലൈറ്റ് ഹാർട്ടഡ് എനർജി, അതായത് വളരെ സീരിയസ് ആയിട്ടാണ് ഇവിടെ കമ്മിറ്റ്മെൻറ്റ് കാണുന്നത്. പക്ഷെ അവർ വരുന്നത് ഒരു ചെറിയൊരു ഓഫറുമായിട്ടായിരിക്കും. ഓക്കെ, ഒരു ഫ്ലർട്ടി എനർജിയിലായിരിക്കും. അതായത് കുറച്ചൊരു തമാശ പോലെ അല്ലെങ്കിൽ ഒരു ലൈറ്റായിട്ട് മൂഡ് വെക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ രീതിയിലായിരിക്കും വരിക. കാരണം എപ്പോഴും മനസ്സിൽ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ എപ്പോഴും കിടക്കുന്നുണ്ട്. ഓക്കെ, അഗൈൻ ഞാൻ പറഞ്ഞ പോലെ വേണോ വേണ്ടേ, എന്താ ചെയ്യേണ്ടത്, യുനോ ആ ഒരു കൺഫ്യൂഷൻ അവിടെ കിടക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ജഗിൾ ചെയ്യുന്നതായിട്ടായിരിക്കാം. സോ യെസ്, ഇവിടെ തീർച്ചയായിട്ടും പക്ഷെ അവർക്ക് വേണം ഈ റിലേഷൻഷിപ്പ് ആൻഡ് നല്ലൊരു ഷെയറിങ്, അതായത് ഈക്വലായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, സോ സോൾമേറ്റ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട്. ആൻഡ് നെക്സ്റ്റ് 1 വീക്ക് 1 മന്ത് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നമുക്ക് നോക്കാം. മുന്നോട്ട് എന്താണ് ഇതിൽ റിലേഷൻഷിപ്പിൽ. ഓക്കെ, കിങ് ഓഫ് വാൻസ് എനർജി, വെരി നൈസ്. ഓക്കെ, വേറെന്താ? 8 ഓഫ് വാൻസ്, 10 ഓഫ് വാൻസ് ആൻഡ് 4 ഓഫ് വാൻസ്. സി ഓക്കെ, അവർക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ആക്ച്വലി യെസ് പാഷൻ ഇഗ്നൈറ്റ് ആവുന്ന പോലെയാണ്. അതായത് വീണ്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പാഷനേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വീണ്ടും ഒരു സംസാരത്തിലൊക്കെ വീണ്ടും നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുക, കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട്. ആക്ച്വലി കോൺഫിഡൻസിൽ വരും പേഴ്സൺ. ഓക്കെ, ഒരു കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങും എന്ന രീതിക്കാണ് കാണുന്നത്. അവർക്ക് അതായത് ഈ ബന്ധം വിട്ട് കളയാതെ ഓക്കെ അവർ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ആക്ഷൻ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിക്ക് തന്നെയാണ്. മൂവ്മെൻ്റ് ആണ്. അഗൈൻ നമ്മൾ ആദ്യം കണ്ടത് ചാരിയറ്റ്, അതും ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു യാത്ര എന്ന് പറയും. ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യത, നിങ്ങളെവിടെയും പോകാനുള്ള സാധ്യത, അങ്ങനെയൊക്കെയാണ്. സോ ഇവിടെ 8 ഓഫ് വാൻസ്, യെസ് അഗൈൻ മൂവ്മെൻറ്റ്, മെസ്സേജസ്, ഓക്കെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ യാത്ര എന്ന് പറയാം. ഓക്കെ, സോ എവിടെയോ ഒരു മീറ്റിംഗ് എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംസാരം, കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തുറന്ന് സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ. മറ്റൊരു ചെറിയ പേടിയുണ്ട് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ. ഓക്കെ, അവർക്കൊരു ചെറിയ സ്ട്രെസ് ഉണ്ട് ദാറ്റ് അവർക്ക് ദാറ്റ് മേ ബി ഇവിടെ എവിടെയോ നിങ്ങളെ പേടിക്കുന്ന പോലെയാണ് ഒരല്പം. ഓക്കെ, സോറി, ഇത് ക്വീൻ ആയതുകൊണ്ട് നിങ്ങൾ ലേഡീസ് ആവണം നിർബന്ധമില്ല, ജെൻസ് ആയാലും ശരി, നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒന്നും അവരെന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലേ, എതിർക്കുമോ, അതോ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുമോ, നിങ്ങൾ ഓപ്പൺ അപ്പ് ആവോ, നിങ്ങൾ ഇമോഷണൽ ആവോ എന്നുള്ള ഒരു ചെറിയൊരു പേടി അവരോട് ഇവിടെ ചാരിറ്റി ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, സോ അവർക്ക് ആ ഒരു പേടിയാണ് അവരുടെ ഉള്ളിൽ കാണുന്നത് മെയിനായിട്ട്. ഓക്കെ, സോ അവർക്ക് വരണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളതിനെ എങ്ങനെ എടുക്കും, അതായത് അവരെന്തെങ്കിലും സംസാരിച്ച് വന്നാൽ തന്നെ നിങ്ങളെവിടെയെങ്കിലും ഒരു ബേർഡൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മനസ്സിലൊരു ചെറിയൊരു ഭാരം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അവർ കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ അഗെയിൻ മാരേജ് പോസിബിലിറ്റി ഉള്ളവർക്ക് മാരേജ് ഉണ്ട്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ വീണ്ടും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ഈ ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്ന രീതിക്ക് കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് യെസ് സ്റ്റെബിലിറ്റി വരും നിങ്ങൾ തമ്മിൽ മുന്നോട്ട്, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ഇത് നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, മറ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇമോഷൻ ഇല്ലാത്ത പോലെ ആവരുത്. ഓക്കെ, നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾക്ക് വെക്കാം. അതായത് നിങ്ങൾക്ക് വേദനിക്കാൻ ഇനി പറ്റില്ല എന്ന രീതിക്കൊരു ചെറിയൊരു ബൗണ്ടറി നിങ്ങൾക്ക് വെക്കാം. പക്ഷെ അത് ആ പേഴ്സണിനെ എതിർത്തിട്ടോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഒരു അങ്ങനെ രീതിയിൽ നിങ്ങൾ നിൽക്കരുത് എന്നൊരു ചെറിയൊരു അഡ്വൈസ് എൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, സോ ഓക്കെ, അവർ വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ദറ്റ് ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ദറ്റ് അവർ പറയുമ്പോൾ ജസ്റ്റ് ഒരു കാഷ്വൽ കമ്മ്യൂണിക്കേഷനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് സീരിയസ് അല്ല, വീണ്ടും ഇവരെന്നോട് കളിക്കാൻ വരുവാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. സോ അത് നിങ്ങൾക്ക് അലൗ ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ദറ്റ് ഓക്കെ ഇല്ല, എനിക്കിങ്ങനെ പറ്റില്ല, എനിക്ക് സ്ട്രേറ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, പക്ഷേ അത് ദേഷ്യത്തിലല്ല. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബട്ട് അത് അവർക്കൊരു ടെൻഷൻ ഉണ്ട് ദറ്റ് നിങ്ങൾ അങ്ങനെ ചോദിക്കുമോ എന്നൊക്കെ. ഓക്കെ, ബട്ട് യെസ് ഇവിടെ നെക്സ്റ്റ് നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ വിത്തിൻ 1 മന്താണ് നമ്മൾ മാക്സിമം പിടിച്ചത്. ഓക്കെ, 1 വീക്ക് to 1 മന്തിൻ്റെ ഉള്ളിൽ ചില ഈ ചേഞ്ചസ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് മെസ്സേജസ് കൂടി ഒന്ന് എടുത്തേക്കാം.
ഫീലിങ്സ് ഒക്കെ ഉണ്ട്, വളരെ സോൾമേറ്റ് കണക്ഷനാണ്. സോ ഇത് സിറ്റുവേഷൻ അനുസരിച്ച് ചില കാര്യങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യൂ, ലെറ്റ്സ് സീ അല്ലേ. എല്ലാം കൂടെ വേണം. ഓക്കെ, മെസ്സേജസ് കമ്മ്യൂണിറ്റി. ഓക്കെ, ആക്ച്വലി door to personal healing and happiness. Okay, cornucopia, very nice. Okay, storm warning and patience. Okay, see, indecision. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരുമാനം എടുക്കേണ്ട പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്ന സ്റ്റേജിലാണ്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വരണോ വേണ്ടയോ, യുനോ അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷനിൽ ഇപ്പം നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങളോട് പറയുന്ന ഒന്ന് ക്ഷമ വയ്ക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് ഹോൾ ലൈക്ക് റീഡിങ്ങിൽ തന്നെ നമുക്ക്, ഞാൻ അതാണ് നേരത്തെയും പറഞ്ഞത്, നിങ്ങൾ കുറച്ചൊരു ക്ഷമയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക. ഇവിടെ സ്റ്റോം വാർണിംഗ് ചിലപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കാനായിരിക്കാം ഓൾറെഡി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാര്യമായിരിക്കാം. അല്ലെങ്കിൽ മുന്നോട്ടും ഇല്ല, മുന്നോട്ടല്ല, എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി നിങ്ങൾ കടന്നു കഴിഞ്ഞ് കാണും. ഓക്കെ, ഈ ഒരു സ്റ്റോമിൻ്റെ എനർജി നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു ടവർ മൊമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. സോ മേ ബി അതിനെ ആയിരിക്കാം ഇത് കാണിക്കുന്നത്. ഓക്കെ, 10 ആണ്. സോ എൻഡിങ് എന്ന രീതിക്കാണ്. സോ യെസ്, ചില കാര്യങ്ങൾ ആ തകർച്ച എന്ന രീതിയിൽ ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കാണും. ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഒന്ന് ഒരു സെലിബ്രേഷൻ എനർജിയാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു സെലിബ്രേഷൻ. ആൻഡ് ഇവിടെ 4 ഓഫ് വാൻഡ്സും നമ്മൾ കമ്മ്യൂണിറ്റി എന്ന രീതിക്ക് എടുക്കും. അതായത് ഇവിടെ ഇതൊരു ഫംഗ്ഷൻ എന്ന രീതിക്കാണ്, സെലിബ്രേഷൻ ഫംഗ്ഷൻ നിങ്ങൾ ആഘോഷിക്കുന്ന തരത്തിൽ. ഓക്കെ, ചിലപ്പോൾ ഇത് മാരേജിൻ്റെ, ഇതൊരു മാരേജ് കാർഡാണ്. സോ മേ ബി ഒരു മാരേജ് ഫംഗ്ഷൻ ആയിരിക്കാം. ഇത് രണ്ടും സിമിലർ വന്നിട്ടുണ്ട് ഇവിടെ. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് പേഴ്സൺ തയ്യാറാവും. സിംഗിൾസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യെസ്, പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തയ്യാറാവും. അല്ലാത്തവർക്ക് ഇത് നമുക്കൊരു സെലിബ്രേഷൻ, നിങ്ങൾ ആഘോഷിക്കുന്ന തരത്തിലെടുക്കാം. നിങ്ങൾ അതായത് ഹാപ്പി ആയിട്ട് ഓക്കെ എൻജോയ് ചെയ്യുന്ന തരത്തിൽ, നിങ്ങൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ. ഇവിടെ അഗൈൻ ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇവിടെ ഹീലിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിവിടെ ആക്ച്വലി ബട്ട് നിങ്ങളോട് ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹീലിംഗിൽ നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യൂ ഇപ്പോൾ തൽക്കാലം. ഓക്കെ, അതായത് അവരെ വെയിറ്റ് ചെയ്ത് അവർ വന്നിട്ടേ നിങ്ങൾ സന്തോഷമാവൂ എന്ന രീതിക്ക് ആവരുത്. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾ സ്വയം നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ആൻഡ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് എങ്ങനെയാ അത് പറയാം, ഞാനത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഹാപ്പി ആയാലേ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഹാപ്പി ആക്കാനും പറ്റൂ. അതുകൊണ്ട് ഓക്കെ, എന്നാൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ഹീൽ ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതിനെ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ പേഴ്സൺ വന്നിട്ടേ ഞാൻ ശരിയാവുള്ളൂ എന്ന രീതിക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ കോപ്പി ഉണ്ട്. നിങ്ങൾക്ക് അബണ്ടൻസ് എന്ന രീതി കാണുന്നത്. സോ ഈ ബന്ധത്തിൽ നമ്മൾ ഒരു അഗൈൻ ഇതൊരു സെലിബ്രേഷൻ എനർജിയാണ്. ഓക്കെ, ആഘോഷങ്ങളുടെ എനർജിയാണ്. ഇവിടെ ഒരു നമ്മൾ പറയില്ലേ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഹാർവെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഹാർവെസ്റ്റ് സീസണിൻ്റെ ഒരു എനർജിയാണിത്. സോ എവിടെയോ ഒരു കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കുറേ വിളവൊക്കെ കിട്ടി. ഓക്കെ, സോ നല്ല ഒരു റിസൾട്ട് വരുന്നു എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും, സെലിബ്രേഷൻ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഒരു അബണ്ടൻസ് വരും. അതായത് നിങ്ങൾ തമ്മിൽ ഒരു കുറേ കൂടി ബെറ്റർ ആയ ഒരു സിറ്റുവേഷനിലേക്ക് വരും എന്നാണ്. ആൻഡ് ക്ഷമയോടെ ഇരിക്കാൻ മാത്രം ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് ക്ഷമ വയ്ക്കാൻ പറയുന്നുണ്ട്. പേഷ്യൻസ് ആൻഡ് ഡിവൈൻ ടൈമിങ് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം കയ്യിലൊരു ക്ലോക്ക് ഉണ്ട് ഇവിടെ. സോ ഡിവൈൻ ടൈം. ഓക്കെ, ആ ഡിവൈൻ ടൈമിന് നിങ്ങളെല്ലാം വിട്ടു കൊടുക്കുക, സറണ്ടർ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സ്വയം ഹീലിംഗിലേക്ക് നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, സോ അത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. പേഴ്സൺ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അല്ലേ. സോ അത് നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരും, തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ്. പക്ഷെ അത് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മതിയോ, അല്ലെങ്കിൽ അവർ വരുന്ന രീതി നിങ്ങൾക്ക് മതിയോ, എന്താണ് നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ ബോൾഡായിട്ട് നിങ്ങൾ കൂടി പറയാൻ തുടങ്ങും. ഓക്കെ, പറയാൻ തുടങ്ങുകയെന്ന് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടല്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മുൻപിൽ വെക്കാൻ പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുകൂടി നിങ്ങളും തീരുമാനിക്കും. ഓക്കെ, സോ എനിവേ ഇവിടെ ഒരു പോസിറ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് അവർ തിരിച്ച് വരുമെന്ന് കിട്ടുന്നുണ്ട്. കുറച്ച് ക്ഷമ വേണം. ഓക്കെ, കുറച്ച് അല്പം ഡിവൈൻ ടൈമിന് ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ട്രസ്റ്റ് ദ ഡിവൈൻ. നിങ്ങൾക്ക് നല്ലത് എന്താണോ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഓക്കെ ഡിവൈനെ പൂർണ്ണമായിട്ട് നിങ്ങൾ ട്രസ്റ്റ് സറണ്ടർ ചെയ്ത് വിടാം. ഓക്കെ, സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.